എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ് സാധാരണ രീതിയിൽ നടന്നു വരാറുള്ളത്. ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉണ്ടായിട്ടില്ല. 4 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ട് എങ്കിൽ പോലും തുകയുടെ വിതരണം ഒരു മാസത്തെ 1600 കറക്റ്റായിട്ട് എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു തുകയുടെ വിതരണവും നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ ഒരു തുക കൂടുതലായിട്ട് ഉത്സവ സീസണുകളിലൊക്കെ തുക വിതരണം നടത്തുന്നുമുണ്ട്. മാത്രമല്ല, കുടിശ്ശികയുള്ള 4 മാസത്തെ തുക കൂടി വിതരണം ഉടനെ ഉണ്ടാകും. അതിൽ 2 ഗഡുവാണ് തുക കഴിഞ്ഞ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത്. എങ്കിൽ പോലും പക്ഷേ അതിൻ്റെ വിതരണം നടന്നിട്ടില്ല. അത് കഴിഞ്ഞ വർഷം എന്നല്ല പറയേണ്ടത്, 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ 2 ഗഡു വിതരണം ചെയ്യുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ മാർച്ച് മാസം 30-31 തീയതി വരെയൊക്കെ അവസാനം വരെയൊക്കെ അതിന് സമയമുണ്ട്. ഒരു മാസത്തെ തുക ഉടനെ തന്നെ ഈ മാർച്ച് മാസത്തിന് മുമ്പാകെ തന്നെ ചിലപ്പോൾ വിതരണം ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് ഒരു മാസത്തെ തുക കൂടി ലഭിക്കും. അതങ്ങനെ വരുമ്പോൾ തുക ഒരു മാസത്തിൽ 2 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഒരു മാസത്തെ തുകയും കൂടെ ചേർത്ത് 3200 ഒന്നെങ്കിൽ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. അതിന് മുമ്പാകെ തന്നെ ലഭിക്കാനാണ് സാധ്യത. ഈ ഒരു മാസത്തിൽ തന്നെ ലഭിക്കാനാണ്. കാരണം വർഷാവസാനമാകുമ്പോൾ വലിയ രീതിയിലുള്ള ബില്ലുകളൊക്കെ മാറി തീരേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആ സമയത്ത് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉടനെ തന്നെ വിതരണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടാവുകയാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതിയോടുകൂടി നമ്മുടെ ക്ഷേമ പെൻഷൻ നമുക്ക് ഏകദേശം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ 1700 തന്നെയാകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. 2025 ഫെബ്രുവരി 7-നാണ് നമ്മുടെ സംസ്ഥാന ബജറ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ദിവസം തന്നെ ക്ഷേമ പെൻഷൻ തുക 1700-ലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അത് 1800 വരെ പോകാമെന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് 200 രൂപ വരെ വർധനവ് വരാം. കുറഞ്ഞ പക്ഷം 100 രൂപയുടെ വർധനവ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. എന്തു തന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ടത്, സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. 2500 വരെ ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു സർക്കാർ. എന്നാൽ അത് പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇലക്ഷന് മുമ്പാകെ പറഞ്ഞതാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. എങ്കിൽ പോലും തുക കറക്റ്റായിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് കുടിശ്ശിക വന്നെങ്കിൽ പോലും അത് 2000-ലേക്കെങ്കിലും എത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പായിരിക്കും. അപ്പോൾ 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി വരെ ആരും മറക്കരുത്. വളരെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.